ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എസ് ലോഗോസ് ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 46-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ 46-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 20 വാക്യങ്ങൾ. 2. അധ്യായം 46-ൽ എത്ര ശീർഷകങ്ങളുണ്ട്? അവ ഏതെല്ലാം? ഉത്തരം 2 ശീർഷകങ്ങൾ. 1 ജോഷുവയും കാലബും. 2 ന്യായാധിപന്മാർ സാമുവൽ. മൂന്നാമത്തെ ചോദ്യം, നൂനിൻ്റെ പുത്രൻ ആരായിരുന്നു? ഉത്തരം ജോഷുവ. 4 പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും യുദ്ധവീരനും ആയിരുന്നത് ആരാണ്? ഉത്തരം ജോഷുവ. 5 ജോഷുവ എപ്രകാരമാണ് ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമ രക്ഷകനായിരുന്നത്? 46-ൻ്റെ 1. ഉത്തരം തൻ്റെ നാമത്തിനൊത്ത് ജോഷുവ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമ രക്ഷകനായിരുന്നു. 6 ജോഷുവ ആർക്കാണ് തൻ്റെ നാമത്തിനൊത്ത് ഉത്തമ രക്ഷകനായിരുന്നത്? ഉത്തരം ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക്. 7-ാമത്തെ ചോദ്യം, ആരോട് പ്രതികാരം ചെയ്താണ് ജോഷുവ ഇസ്രായേലിന് അവരുടെ അവകാശം നേടിക്കൊടുത്തത്? ഉത്തരം ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവർക്ക് അവരുടെ അവകാശം നേടിക്കൊടുത്തു. 8-ാമത്തെ ചോദ്യം, ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവരുടെ അവകാശം നേടിക്കൊടുത്ത പ്രവാചകൻ്റെ പേരെന്ത്? ഉത്തരം ജോഷുവ. 9-ാമത്തെ ചോദ്യം, നഗരങ്ങൾക്കെതിരെ വാൾ ഉയർത്തിയപ്പോൾ അവൻ എത്ര ഡാഷ് ആയിരുന്നു? 46-ൻ്റെ 2. ഉത്തരം പ്രതാപശാലി. നഗരങ്ങൾക്കെതിരെ വാൾ ഉയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു? 10-ാമത്തെ ചോദ്യം, എന്തിനെതിരെ വാൾ ഉയർത്തിയപ്പോഴാണ് അവൻ എത്ര പ്രതാപശാലിയായിരുന്നു എന്ന് പ്രഭാഷകൻ 46:2 പറയുന്നത്? ഉത്തരം നഗരങ്ങൾക്കെതിരെ വാൾ ഉയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലി ആയിരുന്നു? 11-ാമത്തെ ചോദ്യം, നഗരങ്ങൾക്കെതിരെ എന്ത് ഉയർത്തിയപ്പോഴാണ് അവൻ എത്ര പ്രതാപശാലിയായിരുന്നു എന്ന് പ്രഭാഷകൻ 46:2 പറയുന്നത്? ഉത്തരം വാൾ ഉയർത്തിയപ്പോൾ. നഗരങ്ങൾക്കെതിരെ വാൾ ഉയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലി ആയിരുന്നു? 12-ാമത്തെ ചോദ്യം, നഗരങ്ങൾക്കെതിരെ വാൾ ഉയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു? ആര്? 46-ൻ്റെ 2. ആരാണ്? ജോഷുവ. 13 ജോഷുവ യുദ്ധം ചെയ്തത് ആർക്ക് വേണ്ടിയാണ്? 46-ൻ്റെ 3. ഉത്തരം കർത്താവിന് വേണ്ടി. യുദ്ധം ചെയ്തത് കർത്താവിന് വേണ്ടി ആയിരുന്നു. 14 ആരുടെ കരമാണ് സൂര്യനെ തടഞ്ഞു നിർത്തിയത്? 46-ൻ്റെ 4. ഉത്തരം ജോഷുവയുടെ കരം. 15 ജോഷുവയുടെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയപ്പോൾ ഒരു ദിവസത്തിന് എത്ര ദിവസത്തെ ദൈർഘ്യമാണ് ഉണ്ടായിരുന്നത്?
ഉത്തരം 2 ദിവസത്തെ. 16 ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷുവ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത്? 46-5 ഉത്തരം അത്യുന്നതനെ. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ ജോഷുവ അത്യുന്നതനെ വിളിച്ച് അപേക്ഷിച്ചു. 17 ചോദ്യം. ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അത്യുന്നതനെ വിളിച്ച് അപേക്ഷിച്ച ജോഷുവയ്ക്ക് കർത്താവ് ഉത്തരം അരുളിയത് എങ്ങനെ? 46-6 ശക്തമായ കന്മഴ അയച്ച്. 18 ചോദ്യം. ആ ജനതയെ ജോഷുവ എന്തിലാണ് കീഴടക്കിയത്? 46-6 യുദ്ധത്തിൽ. ആ ജനതയെ ജോഷുവ യുദ്ധത്തിൽ കീഴടക്കി. 19 ജോഷുവ എവിടെ വച്ചാണ് ശത്രുക്കളെ നശിപ്പിച്ചത്? 46-6 ബെത്ത്ഹോറോൻ ഇറക്കത്തിൽ വച്ച്. ജോഷുവ ശത്രുക്കളെ നശിപ്പിച്ചത് ബെത്ത്ഹോറോൻ ഇറക്കത്തിൽ വച്ചാണ്. 20 ചോദ്യം. ബെത്ത്ഹോറോൻ ഇറക്കത്തിൽ വച്ച് ജോഷുവ ആരെയാണ് നശിപ്പിച്ചത്? ഉത്തരം ശത്രുക്കളെ. 21 46-6 പ്രകാരം ജോഷുവയുടെ സേനാബലം കണ്ടത് ആരാണ്? ഉത്തരം ജനതകൾ. 22 ജോഷുവ യുദ്ധം ചെയ്യുന്നത് എവിടെയാണെന്നാണ് ജനതകൾ മനസ്സിലാക്കിയത്? 46-6 ഉത്തരം ദൈവസന്നിധിയിൽ ആണെന്ന്. ജോഷുവ യുദ്ധം ചെയ്യുന്നത് ദൈവസന്നിധിയിലാണെന്നാണ് ജനതകൾ മനസ്സിലാക്കിയത്. 23 ചോദ്യം. ജോഷുവ യുദ്ധം ചെയ്യുന്നത് ദൈവസന്നിധിയിലാണെന്ന് മനസ്സിലാക്കിയത് ആരാണ്? ഉത്തരം ജനതകൾ. 24 ചോദ്യം. ജോഷുവ പൂർണ്ണമായി പിൻചെന്നത് ആരെയാണ്? ഉത്തരം ശക്തനായവനെ. ജോഷുവ പൂർണ്ണമായി പിൻചെന്നത് ശക്തനായവനെയാണ്. 25 ആരുടെ കാലത്താണ് ജോഷുവ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചത്? 46-7 ഉത്തരം മോശയുടെ കാലത്ത്. മോശയുടെ കാലത്താണ് ജോഷുവ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചത്. 26 മോശയുടെ കാലത്ത് ജോഷുവ എന്താണ് അനുഷ്ഠിച്ചത്? ഉത്തരം ഒരു വിശ്വസ്ത കർമ്മം. 27 മോശയുടെ കാലത്ത് ജോഷുവ അനുഷ്ഠിച്ച വിശ്വസ്ത കർമ്മം എന്തായിരുന്നു? ഉത്തരം ജോഷുവ യെഫുന്നയുടെ പുത്രൻ കാലബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. അതാണ് ജോഷുവ ചെയ്ത വിശ്വസ്ത കർമ്മം. 28 കാലബ് ആരുടെ പുത്രനായിരുന്നു? ഉത്തരം യെഫുന്നയുടെ പുത്രൻ. 29 ജോഷുവയും കാലബും ചേർന്ന് ജനത്തെ എന്തിൽ നിന്നാണ് പിന്തിരിപ്പിച്ചത്? ഉത്തരം പാപത്തിൽ നിന്ന്. 30 ചോദ്യം. ജനത്തെ പാപത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ ഡാഷ് നിർത്തുകയും ചെയ്തു. 46-7 ഉത്തരം പിറുപിറുപ്പ്. ജനത്തെ പാപത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. 31 ചോദ്യം. 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ 2 പേരും മാത്രമേ അവശേഷിച്ചുള്ളൂ. ഇവർ ആരെല്ലാമാണ്? 46-8 ഉത്തരം ജോഷുവയും
കാലബും. 32 പ്രഭാഷകൻ 46:8 എന്തിനു വേണ്ടിയാണ് 6,00,000 യോദ്ധാക്കളിൽ ഇവർ രണ്ടുപേരും മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് പറയുന്നത്? ഉത്തരം ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിനും തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിനും. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിനും തേനും പാലും ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിനും ഇവർ രണ്ടുപേരും മാത്രമേ, ജോഷുവയും കാലബും മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന്. 33-ാമത്തെ ചോദ്യം 46:9 പ്രകാരം കാലബിന് ശക്തി കൊടുത്തത് ആരാണ്? ഉത്തരം കർത്താവ്. 34 കാലബിൻ്റെ ശക്തി എന്നുവരെയാണ് നിലനിന്നത്? ഉത്തരം വാർദ്ധക്യം വരെ. 35 അവൻ ഡാഷ് കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി? 46:9 ഉത്തരം മലമ്പ്രദേശം. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. ആരാണ്? കാലബ്. 36 കാലബ് എന്ത് കൈയടക്കിയാണ് മക്കൾക്ക് അവകാശമായി നൽകിയത്? ഉത്തരം മലമ്പ്രദേശം. 37 കർത്താവിനെ ഡാഷ് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രായേൽക്കാരും മനസ്സിലാക്കി? 46:10 ഉത്തരം അനുഗമിക്കുന്നത്. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാവരും മനസ്സിലാക്കി. 38 പ്രഭാഷകൻ 46-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ശീർഷകം ഏതാണ്? ഉത്തരം ന്യായാധിപന്മാർ സാമുവൽ. 39 ഡാഷ് അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്? 46:11 ഉത്തരം അവിശ്വസ്തത. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുണ്ട്. 40 അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ഡാഷ് ഉണ്ട്? 46:11 ഉത്തരം ന്യായാധിപന്മാർ. 41 ആരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 46:11 പറയുന്നത്? ഉത്തരം അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടു കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകം ന്യായാധിപന്മാരുടെ സ്മരണ. 42 അവരുടെ അസ്ഥികൾ എവിടെ നിന്നും നവജീവൻ പ്രാപിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 46:12 പറയുന്നത്? ഉത്തരം ശവകുടീരങ്ങളിൽ നിന്നും. അവരുടെ അസ്ഥികൾ ശവകുടീരങ്ങളിൽ നിന്നും നവജീവൻ പ്രാപിക്കട്ടെ എന്ന്. 43 ശവകുടീരങ്ങളിൽ നിന്നും അവരുടെ എന്താണ് നവജീവൻ പ്രാപിക്കട്ടെ എന്ന് പ്രഭാഷകൻ 46:12 പറയുന്നത്? ഉത്തരം അസ്ഥികൾ. 44 സംപൂജ്യരായ അവരുടെ നാമം ആരിലൂടെ ജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ 46:12 പറയുന്നത്? ഉത്തരം അവരുടെ പുത്രന്മാരിലൂടെ. 45 46:13 അനുസരിച്ച് കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായിരുന്നത് ആരാണ്? ഉത്തരം സാമുവൽ. 46 46:13 പ്രകാരം രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്ത പ്രവാചകൻ ആരായിരുന്നു? ഉത്തരം സാമുവൽ. 47 സാമുവൽ സമൂഹത്തിൽ
ന്യായം നടത്തിയത് ആരുടെ നിയമമനുസരിച്ചാണ്? ഉത്തരം കർത്താവിൻ്റെ നിയമമനുസരിച്ച്. കർത്താവിൻ്റെ നിയമമനുസരിച്ചാണ് സാമുവൽ ന്യായപാലനം നടത്തിയത്. 48 കർത്താവിൻ്റെ നിയമമനുസരിച്ച് സാമുവൽ ന്യായം നടത്തിയത് എവിടെയാണ്? ഉത്തരം സമൂഹത്തിൽ. 49 കർത്താവിൻ്റെ നിയമമനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് ഡാഷിനെ സംരക്ഷിച്ചു. 46 14 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം യാക്കോബിനെ. 50 എന്തു നിമിത്തമാണ് സാമുവൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത്? ഉത്തരം വിശ്വസ്തത നിമിത്തം. വിശ്വസ്തത നിമിത്തമാണ് സാമുവൽ പ്രവാചകനാണെന്ന് തെളിഞ്ഞത്. 51 എന്തിലൂടെയാണ് സാമുവൽ പ്രവാചകൻ വിശ്വസ്തനായ ദീർഘദർശിയായി അറിയപ്പെട്ടത്? ഉത്തരം വാക്കുകളിലൂടെ. വാക്കുകളിലൂടെയാണ് സാമുവൽ പ്രവാചകൻ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെട്ടത്. 52 46 16 പ്രകാരം ശത്രുക്കൾ എല്ലാ വശത്തും നിന്ന് ഞെരുക്കിയപ്പോൾ സാമുവൽ പ്രവാചകൻ ആരെയാണ് വിളിച്ചപേക്ഷിച്ചത്? ഉത്തരം ശക്തനായ കർത്താവിനെ. 53 ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും ഞെരുക്കിയപ്പോൾ സാമുവൽ പ്രവാചകൻ എന്തിനെയാണ് കർത്താവിന് ബലിയർപ്പിച്ചത്? ഉത്തരം മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ. 54 സാമുവൽ കർത്താവിന് ബലിയർപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? ഉത്തരം കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കുകയും അവിടുത്തെ ശബ്ദം ശക്തമായി മുഴങ്ങുകയും ചെയ്തു. 55 46 18 അനുസരിച്ച് കർത്താവ് ആരെയെല്ലാമാണ് നിർമാർജനം ചെയ്തത്? ഉത്തരം തൈറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും. തൈറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയുമാണ് കർത്താവ് നിർമാർജനം ചെയ്തത്. 56 എവിടുത്തെ ജനനേതാക്കളെയാണ് കർത്താവ് നിർമാർജനം ചെയ്തത്? ഉത്തരം തൈറിലെ ജനനേതാക്കളെ. 57 എവിടുത്തെ ഭരണാധികാരികളെയാണ് കർത്താവ് നിർമാർജനം ചെയ്തത്? ഉത്തരം ഫിലിസ്ത്യ ഭരണാധികാരികളെ. 58 46 19 അനുസരിച്ച് എപ്പോഴാണ് സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത്? ഉത്തരം നിത്യനിദ്രയ്ക്ക് മുമ്പായിട്ട്. നിത്യനിദ്രയ്ക്ക് മുമ്പായിട്ടാണ് സാമുവൽ വിളിച്ചു പറഞ്ഞത്. ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത്. 59 നിത്യനിദ്രയ്ക്ക് മുൻപായിട്ട് സാമുവൽ ആരുടെ മുമ്പിലാണ് ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞത്? ഉത്തരം കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുൻപിൽ. 60 നിത്യനിദ്രയ്ക്ക് മുമ്പായി സാമുവൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ ആരെ സാക്ഷി നിർത്തിയാണ് വിളിച്ച് പറഞ്ഞത്? ഉത്തരം ജനത്തെ സാക്ഷി നിർത്തി. 61 കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തൻ്റെയും മുമ്പിൽ സാമുവൽ എന്താണ് വിളിച്ചു പറഞ്ഞത്? ഉത്തരം ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല, ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല എന്ന്. 62 നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും പ്രവചിച്ച പ്രവാചകൻ ആരായിരുന്നു? ഉത്തരം സാമുവൽ പ്രവാചകൻ. 63 നിദ്ര പ്രാപിച്ചതിന് ശേഷവും സാമുവൽ പ്രവാചകൻ എന്തെല്ലാമാണ് പ്രവചിച്ചത്? ഉത്തരം രാജാവിനെ അവൻ്റെ മരണം
മുൻകൂട്ടി അറിയിച്ചു. ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയുവാൻ മണ്ണിൽ നിന്ന് സ്വരമുയർത്തി പ്രവചിച്ചു. 64. ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയുന്നതിനു വേണ്ടി മണ്ണിൽ നിന്നും സ്വരമുയർത്തി പ്രവചിച്ച പ്രവാചകൻ ആരാണ്? ഉത്തരം സാമുവേൽ പ്രവാചകൻ. ഇത്രയും ചോദ്യങ്ങളാണ് ഈ 46-ാം അധ്യായത്തിൽ നിന്നും തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.